ശരത്ചന്ദ്ര പ്രസാദ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. രാജി തെരഞ്ഞെടുപ്പ് ചുമതലകൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എംഎൽഎയുമായ ശരത്ചന്ദ്ര പ്രസാദ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. രാജി തെരഞ്ഞെടുപ്പ് ചുമതലകൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം നടപടികളൊക്കെ ആരംഭിച്ചു. ശരത്ചന്ദ്ര പ്രസാദുമായി നേരിട്ട് സംസാരിക്കാൻ ഒരുങ്ങുകയാണ് കെപിസിസി നേതൃത്വം. നിലവിൽ കെപിസിസി എക്സിക്യൂട്ടീവ് അംഗമാണ് ശരത്ചന്ദ്ര പ്രസാദ്, മുൻ എംഎൽഎ കൂടിയാണ്. രാജിക്കത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജിൻ വായാന്തോട് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിജിൻ, പത്മജ വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസ് പാർട്ടി വിട്ടത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. കോൺഗ്രസ് പുനഃസംഘടന മുതൽ ഇങ്ങോട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതുവരെ നിരവധി കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ശരത്ചന്ദ്ര പ്രസാദിന്റെ രാജി കൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചുമതലകൾ ലഭിച്ചില്ല എന്ന ഒരു കാരണം കാണിച്ചാണോ ഇത്തരത്തിലൊരു രാജിവെക്കുന്ന രീതിയിലേക്ക് ശരത്ചന്ദ്ര പ്രസാദ് നീങ്ങിയത്? വിനിഷ, കെപിസിസി എക്സിക്യൂട്ടീവ് അംഗമാണ് ശരത്ചന്ദ്ര പ്രസാദ്. കുറച്ചു കാലമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അധികം സജീവമായി ശരത്ചന്ദ്ര പ്രസാദിനെ കാണാറില്ല. അത്തരത്തിലൊരു മാറ്റി നിർത്തൽ ഉണ്ട് എന്ന ആക്ഷേപം നേരത്തെ തന്നെ ശരത്ചന്ദ്ര പ്രസാദിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് എതിരായി ഉണ്ടായിരുന്നു. ബിജെപിയിലേക്ക് ശരത്ചന്ദ്ര പ്രസാദ് കടക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉൾപ്പെടെ നിലവിൽ പരക്കുന്നതിനിടയിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ശരത്ചന്ദ്ര പ്രസാദ് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ തന്നെ ഒഴിവാക്കുന്നു എന്നാരോപിച്ചാണ് രാജിക്കത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയത്. രമേശ് ചെന്നിത്തല അല്പം മുമ്പ് പ്രതികരിച്ചത് വാട്സപ്പ് വഴി ചില പരാതികൾ ശരത്ചന്ദ്ര പ്രസാദ് തനിക്ക് അയച്ചിട്ടുണ്ട്, പക്ഷേ പാർട്ടി വിട്ടു പോകില്ല, ശരത്ചന്ദ്ര പ്രസാദുമായി സംസാരിക്കുന്ന നേതൃത്വം എന്നാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള രാജിഭീഷണിയും ഒപ്പം തന്നെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ശരത്ചന്ദ്ര പ്രസാദിന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടങ്ങളിലെല്ലാം വീണ്ടും കോൺഗ്രസ് തന്നെ തുടരുന്ന ഒരു രീതിയായിരുന്നു ശരത്ചന്ദ്ര പ്രസാദ് സ്വീകരിച്ചത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ബിജെപിയിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ ശരത്ചന്ദ്ര പ്രസാദിന്റെ ഒരു രാജിഭീഷണി ഉണ്ടായിട്ടുള്ളത് എന്നാണ് പ്രധാനമായും കാണേണ്ട ഒരു കാര്യം. പക്ഷേ ഈ നേതൃത്വം വ്യക്തമാക്കുന്നത് ശരത്ചന്ദ്ര പ്രസാദിന്റെ രാജി സ്വീകരിക്കില്ല, അദ്ദേഹത്തെ അനുനയിപ്പിച്ച് കോൺഗ്രസ് തന്നെ നിർത്തും എന്ന നിലപാടാണ് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കുന്നത്. എങ്കിലും ഈ ഒരു ഘട്ടത്തിൽ ശരത്ചന്ദ്ര പ്രസാദ് കൂടി മുതിർന്ന നേതാക്കളിൽ പ്രമുഖനായിട്ടുള്ള, ഒപ്പം തന്നെ കെ സുധാകരന്റെ ഒക്കെ അനുയായി ആയിരുന്ന ആളാണ് ശരത്ചന്ദ്ര പ്രസാദ്. പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് ചേർന്നതിന് ശേഷം ഇങ്ങോട്ട് വിവിധ നേതാക്കളാണ് കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ എത്തിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ശരത്ചന്ദ്ര പ്രസാദിന്റെ രാജി കൂടി ഉണ്ടാകുന്നതോടുകൂടി കൂടുതൽ സമ്മർദ്ദത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ അടുപ്പക്കാരൻ കൂടിയാണ് ശരത്ചന്ദ്ര പ്രസാദ്. രമേശ് ചെന്നിത്തലയ്ക്കാണ് ഇപ്പോൾ രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. വിനിഷ. ശരി, മുൻ എംഎൽഎയും കെപിസിസി എക്സിക്യൂട്ടീവ് അംഗവുമായ ശരത്ചന്ദ്ര പ്രസാദ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. വിജിൻ വായാന്തോടാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി വന്നത്.